അവർക്ക് കൂടപ്പിറപ്പുകളുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരുമുണ്ട്. അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു പോയവനാണ്. അങ്ങനെ വേദനിപ്പിച്ചിട്ട് 100 കൊല ചെയ്തു പോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ റൂഹ് പോലും, ആ മനുഷ്യന്റെ ആത്മാവ് പോലും അവസാനമല്ലോ റൂഹിന്റെ മാലാഖമാര്, റഹ്മത്തിന്റെ മാലാഖമാര് കൊണ്ടുപോയെങ്കിലോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വക്കത്ത് വന്ന ചെറുപ്പക്കാരാ, നീ എത്ര വലിയ പാപം ചെയ്തു പോയാലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് എന്തിനാണെന്നറിയോ? കാലഘട്ടം അവസാനമായല്ലോ, തിന്മകൾ അധികരിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിയോ അധികവും തിന്മ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ പറയോട്, തൗബ ചെയ്യാതെ ഉറങ്ങാത്ത ഒരു ദിവസം പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തൗബയില്ലാത്ത ജീവിതം ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അന്നേ ദിവസം ഏത് പാപമാണോ ചെയ്തത് ആ പാപത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സ്വഭാവം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകണോ. തൗബയില്ലാത്ത ഒരു ഉറക്കം നമുക്ക് വേണ്ട, തൗബയില്ലാത്ത ഉറക്കം നമുക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയിൽ സന്തോഷിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളെയൊക്കെയും സൃഷ്ടിച്ച അല്ലാഹ് നമ്മളെ തൗബ ചെയ്യുന്നതിൽ അല്ലാഹു സന്തോഷിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ? ഹദീസുണ്ട്, മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഒട്ടകത്തെ തിരക്കിയിട്ട് ആ ഒട്ടകത്തിന്റെ യജമാനം നടക്കുമല്ലോ. ഒരൊട്ടകം നഷ്ടപ്പെട്ടാൽ എത്ര വലിയ നഷ്ടമാണ് അതിലുണ്ടാവുക. നമ്മളിൽ പലരും ആടുകളെ, മാടുകളെ, പശുവിനെ പോലുള്ളതിനൊക്കെ നമ്മൾ വളർത്തുന്നവരാണ്. ഒരു പശു എങ്ങാനും നടന്ന് വീട്ടില് ആടുകളുള്ള എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരൊന്ന് കൈവക്കി? ആടുള്ള എത്ര പേരുണ്ട്? ഒരാളുള്ള. അല്ലാഹു അദ്ദേഹത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ, ആ സഹോദരിയിൽ ബറക്കത്ത് കൊടുക്കട്ടെ. ആടുള്ള, പശുവുള്ള എത്ര പേരുണ്ട്? പ്രസിഡന്റിന് നേരത്തെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോ ഒരു നമ്മൾ വളർത്തുന്നതായ ഏതൊരു ജീവിയും നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്ത വേദനയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്. പൂച്ചയെ വളർത്തുന്നവരുണ്ട്, കോഴിയെ വളർത്തുന്നവരുണ്ട്. ചിലപ്പോൾ ചോദിച്ച ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ പൂച്ചയെ വളർത്തുന്ന ധാരാളം പേര് ഇറങ്ങിക്കിടക്കാണല്ലോ. ഇപ്പൊ പുതിയ ഫാഷൻ പൂച്ചയാണ് പേർഷ്യൻ ക്യാറ്റ്, പേർഷ്യൻ അല്ലാത്ത ക്യാറ്റ്, അറബി ക്യാറ്റ്, അറബിയുടെ വീട്ടിൽ നിന്ന് പഠിച്ചോണ്ട് വന്ന ക്യാറ്റ്, അങ്ങനെ ഒരുപാട് ക്യാറ്റുകളുണ്ട്. അപ്പൊ ആ ക്യാറ്റിനെയൊക്കെ വളർത്തുന്നുണ്ട് നമ്മള്. അപ്പൊ ഇങ്ങനെ വളർത്തുമ്പോൾ അതൊന്നും നഷ്ടപ്പെട്ടു പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു വിഷമമുണ്ട്, നമ്മുടെ വേദനയുണ്ട്. ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മളൊരു ജീവിയെ വളർത്തുന്നു, അതിനെ സ്നേഹിക്കുന്നു, അതുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്. അതുപോലെ ഒരു യജമാനൻ, ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു യജമാനനുണ്ട്. ആ ഒട്ടകത്തിന്റെ യജമാനൻ നമ്മളെ പോലുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഒട്ടകത്തെ വളർത്തുന്ന ഒരാളാണ്. മരുഭൂമിയിൽ വെച്ച ഒട്ടകം അങ്ങ് നഷ്ടപ്പെട്ടു പോവാണ്. ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ട് അല്ലാഹു എല്ലാം പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് വിതുമ്പുന്ന ഹൃദയത്തോടു കൂടി ആ മനുഷ്യൻ അവിടെ നിൽക്കാൻ. ആ സമയത്ത് ഒട്ടകത്തിന്റെ വേദനയും വ്യഥയുമായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒട്ടകം തിരിച്ചു വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഒട്ടകം തിരികെ വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഏതുപോലെ എന്നറിയോ? നമ്മുടെ ക്യാറ്റിനെ കാണാതെ പോകും, അല്ലെങ്കിൽ നമ്മുടെ കോഴി, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ഒരു വസ്തു. പൂച്ച ഏറെ സ്നേഹിക്കുന്നവരെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, പൂച്ച ഏറെ സ്നേഹിക്കുന്നവർ നമ്മളെയൊക്കെ കുടുംബത്തിലുണ്ട്. പൂച്ചയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ തന്നെ കണ്ണ് നിറയുന്നവരെ എനിക്കറിയാം. അപ്പൊ ആ പൂച്ചയ്ക്ക് എന്തെങ്കിലും വന്നിട്ട് കാണാതെ പോവുകയോ മറ്റോ ചെയ്തിട്ട് അവസാനം തിരികെ കിട്ടുമ്പോ യജമാനന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും വലുതാണ്. അതിനേക്കാളും 1000 മടങ്ങുണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്നേഹം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സന്തോഷം. ആരെക്കുറിച്ച് ആലോചിക്കുമ്പോഴെന്നറിയോ?
ഒരു മനുഷ്യൻ തൗബ ചെയ്താ ആ മനുഷ്യന്റെ തൗബയെ ആലോചിച്ചിട്ടോ അല്ലാഹു സന്തോഷിക്കുന്ന സന്തോഷത്തെയാണ് ഇവിടെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചുകൊണ്ട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്ത് അള്ളയുടെ സന്തോഷം, എന്ത് അള്ള സന്തോഷിച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അങ്ങനെയാണ്. എന്ത് വന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് കിടക്കണം, അതാണ് അവർക്ക് വേണ്ടത്. മൊബൈലിന്റെ കാര്യമായാലും അങ്ങനെ, സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളായാലും അങ്ങനെ, സാമ്പത്തിക വിഷയങ്ങളായാലും അങ്ങനെ, അവർക്ക് വേണ്ടതെന്തോ അതങ്ങോട്ട് നടക്കണം, അതത്രേ ഉള്ളൂ. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായാലും യുവതി സഹോദരിമാരായാലും അവരുടെയൊക്കെയും ജീവിതം എടുത്തു വെച്ച് നോക്കിയാൽ അള്ളാഹ് സന്തോഷിച്ചാൽ ഇപ്പൊ എന്താ? ഒന്നുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നുണ്ടെന്നറിഞ്ഞാ ആ 1000 മടങ്ങ് ഇരട്ടി സന്തോഷിക്കുന്ന സന്തോഷം മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കൂട്ടം ഇബാദത്തിന്റെ ചെറുപ്പക്കാരുണ്ട് പ്രിയപ്പെട്ടവര്. അതുപോലെ പൊട്ടിക്കരയുന്ന സഹോദരിമാരുണ്ട് പ്രിയപ്പെട്ടവര്. അവരോട് ഞാൻ പറയട്ടെ, ഒരു ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ട് തന്റെ യജമാനന് ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോ തന്റെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തെക്കാളോ അല്ലാഹു സന്തോഷിക്കുമെന്ന ഒരു മനുഷ്യനെങ്ങാനും തൗബ ചെയ്തോ നമ്മുടെ ജീവിതം സദാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പലപ്പോഴായി ഞാനും നിങ്ങളും കേട്ടിട്ടുള്ളതാണ്. ഇരുട്ടുകളിൽ നിന്നും മടങ്ങിയ നബിയാണ്. ചരിത്രം ഞാൻ പറഞ്ഞവരോ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന തന്റെ ജനങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കർത്തവ്യവും മാറ്റിവെച്ചിട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. കപ്പല് മറിയുകയാ. കപ്പല് മറിഞ്ഞിട്ടതോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. വെറും ഇരുട്ടാണ്, ഇരുട്ടാണ്. കടലിന്റെ ആഴങ്ങളിൽ വെറും ഇരുട്ടാണ്. സുബ്ഹാനല്ലാഹ്. ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മത്സ്യം വിഴുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ, മത്സ്യം വിഴുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചുമ്മാ മത്സ്യം വിഴുങ്ങി. മത്സ്യത്തിനകത്ത് എങ്ങനെ ജീവിക്കും ഉസ്താദേ? മരിച്ചു പോകില്ല, അതിനകത്തൊക്കെ ശ്വാസം വിട്ട് ജീവിക്കാൻ പറ്റുമെന്നാ ചോദിക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരങ്ങനെയാണ്. ശ്വാസം മുട്ടി മരിച്ചു പോലും ഉസ്താദേ, ഇത് ആരാടാ പറയുന്നേ? ഇത് നിരീശ്വരവാദവും അങ്ങനെയുള്ള യുക്തിവാദങ്ങളും ഒരുപാട് വാദങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ് തന്റെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ആ സമയത്തല്ലാഹ് താൻ ചെയ്തു പോയ കാര്യങ്ങളെ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കർത്തവ്യമുണ്ടല്ലോ, ആ കർത്തവ്യത്തെ മറന്നുകൊണ്ടോ ഞാൻ വന്നത്. നീനവ എന്ന് പറയുന്ന എന്റെ ജനങ്ങള്, ആ ജനങ്ങളോടുള്ള എന്റെ കർത്തവ്യമല്ലോ അത് മറന്നുകൊണ്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹ് അവിടെ ഇരുന്നു കൊണ്ടൊരു ദിക്റങ്ങോട്ട് ചൊല്ലുകയാണ്. ഇത് കേൾക്കുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾക്കിത് അറിയുന്ന ദിക്റായിരിക്കോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, ഏക ഇലാഹായ രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവനെ, ആരാധനയ്ക്കർഹൻ നീയാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹ് ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അക്രമം പ്രവർത്തിച്ചത് ഞാനാണല്ലോ.
അവിടെ കിടന്നുകൊണ്ട് തന്റെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് മടങ്ങാൻ. അല്ലാഹുവേ, പിഴവ് സംഭവിച്ചു പോയി, തെറ്റുകുറ്റം സംഭവിച്ചു പോയി, പിഴവ് സംഭവിച്ചു, ഞാൻ അങ്ങ് മടങ്ങാൻ അല്ലാഹുവിലേക്ക് പറയാൻ. ഈ ദുആ പ്രിയപ്പെട്ടവരെ എന്നും നിലനിർത്തുന്നവർക്ക് വളരെ നല്ല ഐശ്വര്യപൂർണമായ ജീവിതം ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാനാണ് അതിക്രമം കാണിച്ചു പോയവനല്ലോ, എനിക്ക് പുറത്തു തരണേ അല്ലാ, തെറ്റിന്റെ ഭാഗത്താണല്ലോ, നീയാണ് ഇലാഹ് അല്ലോ, ഏത് വലിയ പാപം ചെയ്താലും പുറത്തു തരുന്നവൻ നീയാണല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തു പോയ പാപം നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. فاستجبنا له ونجيناه من الغم. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ്, അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയ്ക്ക് ഞാൻ ഉത്തരം നൽകിയെന്നുള്ള പറയുകയാണ്. അവന്റെ ദുഃഖത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ്.